അങ്ങനെ ചെകുത്താൻ്റെ വരവ് അറിയിച്ചിരിക്കുകയാണ്. എമ്പുരാൻ്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാർച്ച് 27-ന് പാൻ വേൾഡ് ആയിട്ടാണ് ചെകുത്താൻ വരാൻ പോകുന്നത്. ട്രെയിലർ 3 മിനിറ്റും 51 സെക്കൻഡ്സുമാണ് ദൈർഘ്യം വരുന്നത്. ഗംഭീര ട്രെയിലർ, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയോ നിഗൂഢതകൾ ഈ പൃഥ്വിരാജ് സുകുമാരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ചെറിയ സിനിമയുടെ ആ വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. കാരണം ലാലേട്ടൻ്റെ ആക്ഷൻ സീക്വൻസ് ഒന്നും കാണിച്ചിട്ടില്ല. ആ നടത്തവും സ്റ്റൈലിഷ് ലുക്കും മാസ് നോട്ടങ്ങളും ആ ഡയലോഗ് നമ്മൾ അറിയാതെ മനസ്സിൽ നിന്ന് വാടാ എന്ന് പറയുന്ന ഡയലോഗ് മുണ്ടു മടക്കിയുള്ള അതൊക്കെ തിയേറ്ററിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലാലേട്ടന് 3 ആക്ഷൻ സീക്വൻസാണ് സിനിമയിലുള്ളത്. 3ഉം ഗംഭീരമായിരിക്കും. അതൊക്കെ ആ തിയേറ്ററിന് ഓഡിയൻസുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ ട്രെയിലറിൽ നിന്ന് മാറ്റി നിർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവും. കാരണം ഇതിൽ അമിത പ്രതീക്ഷ വയ്ക്കാതെ ഇരിക്കാൻ വേണ്ടിയായിരിക്കും. ആ ആക്ഷൻ സീക്വൻസ് തിയേറ്ററിൽ നല്ല പൊളിച്ചെടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. കാരണം സ്റ്റണ്ട് മാസ്റ്റർ ശിവയാണെന്ന് അറിയാം. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസ് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ട്രെയിലർ എന്ന് പറയുന്ന ഒരു പിടി തരാത്തൊരു ട്രെയിലറാണ്. ഇതാണ് ട്രെയിലർ. ഏകദേശം 3 മിനിറ്റ് 51 സെക്കൻഡ്സ് ദൈർഘ്യമുണ്ട്. ഏകദേശം 4 മിനിറ്റിന് ഏകദേശം കുറവൊന്നും ഇത്തിരി മിനിറ്റിലെ കുറവുള്ളൂ. പക്ഷേ ആ ട്രെയിലർ ഒരു പിടുത്തവും തന്നിട്ടില്ല. അവിയിൽ വരുമ്പം പോലെയാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ട്വിസ്റ്റുകളും ആ ഡ്രാഗൺ സൂട്ടിട്ട ഒരുത്തിനെ കണ്ടിട്ടുണ്ട്. അതാരെന്ന് എനിക്ക് ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അത് ഏത് ആക്ടറായിരിക്കുന്നു കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. പക്ഷേ എല്ലാം കൂടെ കൊണ്ടും സാധനം വിഷ്വൽ എഫക്ട്സ് ആയാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആണ് ട്രെയിലറിൽ ഹൈലൈറ്റ് ഉണ്ട്. പിന്നെ സായിദ് മസ്ദൂദ് പൃഥ്വിരാജ് അഭിനയിക്കുന്ന കഥാപാത്രമാണ്. എല്ലാവരും പൊളിച്ചെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം മാസ് ഫ്രെയിംസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പൈസ വാരി എറിഞ്ഞ് കൃത്യമായിട്ട് എവിടെ യൂസ് ചെയ്യാൻ അറിയാന്നുള്ള ടീമിനാണ് കളിച്ചിട്ടുള്ളത്. പിന്നെ ഗോപാലണ്ണൻ തിയേറ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തോളും. ശ്രീ ഗോകുലം ഗോപാലൻ മൂവീസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തിയേറ്റർ ഫുള്ള് കവർ ചെയ്തോളും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. പാൻ വേൾഡ് ആയിട്ടാണ് സിനിമ ഇറക്കുന്നത്. ഇത് ചൈനയിൽ ഇറാഖിൽ എന്ത് സംഭവമായാലും ഇതിൽ കാണിക്കുന്നുണ്ട് സംഭവങ്ങളെല്ലാം. സത്യം പറഞ്ഞ ട്രെയിലർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്താണ് ഈ എമ്പുരാനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പം നാളെ രാവിലെ 9 മണിക്കാണ് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങുന്നത് ഇന്ത്യയിൽ ഫുള്ളാകെ. അപ്പം ആർക്കൊക്കെ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നതെന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പം എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് തന്നെ കാണണം. കാരണം നമ്മളെ മലയാള സിനിമ എന്ന് പറയുമ്പം വേറെ ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്ത് അതിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നു. കാരണം സിനിമ പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ നല്ല സിനിമ ഒരു 500 കോടിയെങ്കിലും മാക്സിമം അടിക്കുന്ന സിനിമ. കാരണം 250 കോടിയാണ് സിനിമയുടെ മുതൽ മുടക്കം എന്ന് പറയുന്നത്. അത്രയെങ്കിലും ക്രോസ് ഓവർ ചെയ്യണം, എന്നാലേ സിനിമ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല വൃത്തിയായി പണിയെടുത്തിട്ടുണ്ട്. ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് ഈ മാർച്ച് 27-ന് കാണാം. അപ്പം ഇത്രയൊക്കെയുള്ള എമ്പുരാൻ ട്രെയിലറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.